ജനുവരി 21 വിശുദ്ധ ആഗ്നസിൻ്റെ തിരുനാൾ. മാർക്കോസ് 2:23 മുതൽ 28 വരെ വാക്യങ്ങൾ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാട്സപ്പ് മെസ്സേജ് കണ്ടു. ഒരു മുത്തച്ഛനും ചെറുമകനും സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മുത്തച്ഛൻ പറഞ്ഞു, നിന്റെ പ്രായമായിരുന്നപ്പോൾ ഞാൻ $2 മാർക്കറ്റിൽ പോയി വീട്ടിലേക്ക് ആവശ്യമായ സോപ്പും അരിയും പാലും ബ്രെഡും ഫേസ് പൗഡറും എല്ലാം കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ മറുപടിയായി ചെറുമകൻ പറഞ്ഞ്, ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മുത്തച്ഛ, എല്ലായിടത്തും CCTV ക്യാമറകളുണ്ട്. നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ് എന്ന് എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും തന്നെ കാണുന്ന ഒരു അറിയിപ്പാണ്. സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ, ഇവിടെയെല്ലാം ഈ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ ക്യാമറയുണ്ട്. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ കണ്ടെത്തുന്നതിന് അവിടെ സംഭവിക്കുന്ന എല്ലാ ചലനങ്ങളും പകർത്താൻ CCTVക്ക് സാധിക്കുന്നു. CCTV ഒരു ആധുനിക ഗാഡ്ജറ്റ് സാങ്കേതിക വിദ്യയാണെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിൻ്റെ മനുഷ്യ പതിപ്പ് ഉണ്ടായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവും ശിഷ്യന്മാരും അത്തരം CCTVയുടെ നിരീക്ഷണത്തിലാകുന്നതായി കാണാം. ഒരു സാബത്ത് ദിവസം യേശുവും ശിഷ്യന്മാരും ഒരു ധാന്യ പാടത്തിലൂടെ നടക്കുകയായിരുന്നു. ശിഷ്യന്മാർക്ക് വിശന്നപ്പോൾ അവർ കതിരുകളിൽ നിന്ന് കുറച്ച് പറിച്ചെടുക്കാൻ തീരുമാനിച്ചു. സാബത്ത് ആചരിക്കണമെന്ന പഴയ നിയമം പ്രകാരം ഒരു തരത്തിലും ഒരാളുടെ വിശപ്പ് ശമിപ്പിക്കാൻ ഒരു പിടി ധാന്യം എടുക്കുന്നതിന് വിലക്കിയിരുന്നില്ല. എന്നാൽ നിരവധി നിയമങ്ങളും ചട്ടങ്ങളും ഉപയോഗിച്ച് അത്തരം പ്രവൃത്തിയെ ഫരിസേയർ വ്യാഖ്യാനിച്ചു. യേശുവിൻ്റെ ശിഷ്യന്മാർ സാബത്ത് ലംഘിച്ചുവെന്ന് അവർ കുറ്റമാരോപിക്കുന്നു. എന്നാൽ യേശു ഫരീസയരോട് പറഞ്ഞത് ദൈവം സാബത്ത് സ്ഥാപിച്ചതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം അവരെ മനസ്സിലാക്കിക്കൊണ്ടാണ്. മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് സാബത്ത്. വിശ്രമിക്കാനും ദിവ്യാരാധനയിൽ സ്വയം സമർപ്പിക്കാനും സഹായിക്കുന്നതിനാണ് ഈ നിയമം. സാബത്തിൻ്റെ കർത്താവാണ് താൻ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നതിലൂടെ യേശു തൻ്റെ ദൈവത്വവും അധികാരവും സ്ഥിരീകരിക്കുന്നു. സമൂഹത്തിൻ്റെ നല്ല ക്രമത്തിന് നമുക്കെല്ലാവർക്കും നിയമങ്ങളും ചട്ടങ്ങളും ആവശ്യമാണ്. എന്നാൽ സാബത്ത് മനുഷ്യന് വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്നും മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല എന്ന കാര്യം നാം മറക്കരുത്. ഇന്ന് തിരുസഭ കന്യകയായും രക്തസാക്ഷിയുമായ വിശുദ്ധ ആഗ്നസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. കുർബാനയുടെ കാനോനിൽ പേരെടുത്ത് അനുസ്മരിക്കുന്ന നിരവധി കന്യക രക്തസാക്ഷികളിൽ ഒരാൾ ആഗ്നസ് ആണ്. 291 ആഗ്നസ് ഒരു പ്രഭു കുടുംബത്തിലെ റോമിൽ ജനിക്കുന്നത്. അവളൊരു ക്രിസ്ത്യാനിയായി വളർന്നു. ഏതാണ്ട് 12-13 വയസ്സുള്ളപ്പോൾ രക്തസാക്ഷിത്വം ഭരിച്ചു. മതപരമായ വിശുദ്ധിയോടുള്ള അവളുടെ ദൃഢമായ ഭക്തിയിൽ വെറുപ്പ് തോന്നിയ അവളുടെ ഉന്നതരായ കമിതാക്കൾ അവളുടെ വിശ്വാസങ്ങളുടെ പേരിൽ അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ദൈവത്തെ നിഷേധിക്കാൻ അവളുടെ പിതാവ് അവളെ നിർബന്ധിച്ചു. പക്ഷെ അവൾ വിസമ്മതിച്ചു. തെരുവുകളിലൂടെ നഗ്നയാക്കി ഒരു വേശ്യാലയത്തിലേക്ക് ആഗ്നസിനെ വലിച്ചിഴച്ചു. തുടർന്ന് വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിച്ചു. അവളെ
തീ കൊളുത്തി കൊല്ലാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അവളുടെ ശിരച്ഛേദം നടത്തി കൊല ചെയ്തു. ഇന്നത്തെ ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.